പവിത്രം സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വീണ്ടും ശങ്കരനാരായണൻ കേസ് വിളിക്കുന്ന സമയത്തിന് വിക്രത്തിന് സാക്ഷി പറയാൻ വേണ്ടിയിട്ട് വേദ ഏതായാലും കോടതിയിൽ ഹാജരാവുന്നുണ്ട്. വിക്രത്തിന് വേണ്ടിയിട്ട് കേസ് വാദിക്കുന്നത് ദർശൻ വക്കീലായിരിക്കും. പക്ഷേ വേദയുടെ മൊഴി അത്രമാത്രം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ആശങ്കയിലാണ്. അതുകൊണ്ട് വേദയുടെ സ്ട്രോങ് ആയിട്ടുള്ള മൊഴി അതിനെ എങ്ങനെയെങ്കിലും വളച്ചൊടിച്ചു കഴിഞ്ഞാൽ മാത്രമേ വിക്രത്തിനെ പുറത്തിറക്കാൻ കഴിയൂ എന്ന കാര്യം ദർശന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വേദയുടെ മൊഴിനെ എത്രമാത്രം വളച്ചൊടുക്കാൻ പറ്റുമോ അത്രമാത്രമൊക്കെ വളച്ചൊടിച്ചിട്ട് അതിനെ വേറെ രീതിയിലാക്കി മാറ്റുന്നുണ്ട് ദർശന്റെ ആ ഒരു പ്രവൃത്തി മൂലം വേദക്ക് വല്ലാത്ത ഇറിറ്റേഷനായിട്ട് വേദക്ക് വല്ലാത്ത നാണക്കേടായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ദർശൻ ഏതായാലും കോടതിയിൽ വെച്ചിട്ട് വേദയെ പറ്റാവുന്ന അത്രത്തോളം അങ്ങനെ നാണം കെടുത്തുന്നുണ്ട്. എന്നാൽ ദർശൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേദ എങ്ങനെ അപമാനിക്കുന്നതെന്നും കേട്ടിട്ട് വിക്രത്തിനൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കോടതിക്ക് മുമ്പാകെ ആദ്യം തന്നെ ദർശൻ വേദയെ വിളിച്ചു വരുത്തിക്കൊണ്ട് തന്നെ ചോദിക്കുന്നത് എന്താണ് വേദയുടെ പേര് എന്നായിരിക്കും. അന്നേരം വേദ പേര് പറയുന്നുണ്ടോ. വേദ എന്ന് പറയുന്ന സമയത്തിന്റെ ഫുൾ നെയിം പറയാണ് ദർശൻ. ആ സമയത്തിന് വേദ ശങ്കരനാരായണൻ എന്ന് പറയാണ് വേദ. അന്നേരം ദർശൻ ചോദിക്കുന്നത് ആരാണ് ഈ ശങ്കരനാരായണൻ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതെന്റെ അച്ഛന്റെ പേരാണ് എന്ന് പറയും. അന്നേരം ദർശൻ ചോദിക്കുന്നത് എന്താണ് വേദ മാരീഡ് ആയിട്ട് കൂടി വേദയുടെ പേരിന്റെ കൂടെ ഹസ്ബൻഡിന്റെ പേര് ചേർക്കാത്തത് എന്ന് ചോദിക്കും. അന്നേരം വേദ പറഞ്ഞത് അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ അങ്ങനെ മാരേജ് കഴിഞ്ഞതിന് ശേഷം എന്റെ പേരൊന്നും മാറ്റിയിട്ടില്ല. എന്റെ അച്ഛനാണ് എന്റെ റോൾ മോഡലും ഹീറോ ഒക്കെ, അതുകൊണ്ട് തന്നെയാണ് എന്റെ അച്ഛന്റെ പേര് ഞാൻ എന്റെ പേരിന്റെ കൂടെ ചേർത്തിരിക്കുന്നത് എന്ന് പറയും. അന്നേരം ദർശൻ പറയുന്നുണ്ട് ഓക്കെ, എങ്കിൽ പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ വേദ ഒന്നിങ്ങനെ പറയാൻ മടിക്കാണ്. അങ്ങനെ വിക്രത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയതിനു ശേഷം ദർശനോട് പറയുന്നുണ്ട് അത് പിന്നെ ഇപ്പൊ തൽക്കാലം ഒരു വർക്ക്ഷോപ്പിലാണ്, മെക്കാനിക്കാണെന്ന് പറയും. എന്നിട്ട് വിക്രമിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ദർശൻ ചോദിക്കുന്നത് ഈ നിൽക്കുന്ന വിക്രമല്ലേ തന്റെ ഭർത്താവ് എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ വേദ തല കുനിച്ചുകൊണ്ട് തന്നെ അതേന്ന് പറയും. അതിനുശേഷം വിക്രത്തിന്റെ ഫാമിലി എങ്ങനെയാണ്, നല്ല ഹൈ ക്ലാസ് ഫാമിലിയാണോ അതോ മിഡിൽ ക്ലാസ് ഫാമിലിയാണോ അതോ ലോ ക്ലാസ് ഫാമിലിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അത് പിന്നെ വിക്രത്തിൻ്റെതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണെന്ന് പറയുന്ന ഉടനെ തന്നെ ദർശൻ ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ വേദയുടേത് മിഡിൽ ക്ലാസ് ഫാമിലിയാണോ അതോ അപ്പർ ക്ലാസ് ഫാമിലിയാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയും അന്നേരം ഞങ്ങൾ അപ്പർ ക്ലാസ് ഫാമിലിയാണ്, കുറച്ച് റിച്ച് ആണെന്നുള്ള രീതിയിലൊക്കെ വേദ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം വേദയുടെ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട് ചോദ്യം ചെയ്യാണ് ദർശൻ. വേദ ഇപ്പൊ എന്ത് ചെയ്യുന്നു, വേദ എത്ര വരെ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ വെറുതെ ഇരിക്കാണ്, പക്ഷേ ഞാൻ LLB വരെ പഠിച്ചിട്ടുണ്ടെന്ന് പറയും. അന്നേരം ദർശൻ വീണ്ടും വേദയെ തന്നെ ചോദ്യം ചെയ്യാണ്. വേദയോട് ചോദിക്കുന്നുണ്ട് അല്ല ഇത്രമാത്രം ഹൈ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നും ഇത്ര പഠിപ്പും വിവരമുള്ള നീ എങ്ങനെയാണ് വിക്രത്തിനെ കല്യാണം കഴിച്ചത്, നിങ്ങൾ എന്താ ലവ് മാരേജ് ആണോ, എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാനുള്ള സാഹചര്യം എന്നൊക്കെ ചോദിച്ചറിയൂ. അന്നേരം വേദ തല കുനിച്ചുകൊണ്ട് തന്നെ അല്ല എന്ന് പറയുന്ന സമയത്ത് ദർശൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അല്ല എന്ന് പറഞ്ഞതിന് എന്താ അർത്ഥം, നിങ്ങൾ ശരിക്കും അറേഞ്ച് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ എന്ന് ചോദിക്കും. എന്ത് രണ്ടുമല്ലെന്നോ, അപ്പൊ പിന്നെ നിങ്ങളായിട്ട് കണ്ടുപിടിച്ച ബന്ധം തന്നെയാണോ ഇതെന്ന് വീണ്ടും ചോദിക്കട്ടെ ദർശൻ. നിങ്ങൾ വീട്ടുകാരായിട്ട് കണ്ടെത്തിയ ബന്ധമല്ല എന്ന് പറയുന്നു, അപ്പൊ പിന്നെ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കല്യാണം കഴിച്ചത് എന്ന് ചോദിക്കും. അന്നേരം വേദക്ക് അതിനുള്ള മറുപടി പറയാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും നാണക്കേടൊക്കെ തോന്നുന്നു. അതുപോലെ തന്നെ അതേ അവസ്ഥയിലായിരിക്കും വിക്രമും. രണ്ടുപേരും അതിനുള്ള ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്ന സമയത്തിനെ ദർശൻ പറയുന്നത് യുവർ ഓണർ ഇവരുടെ രണ്ടുപേരേതും ഒരു ലവ് മാരേജോ അറേഞ്ച് മാരേജോ ഒന്നും തന്നെയല്ല. വിക്രം രണ്ടുപേരും കൂടി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്തിന് എന്തോ പ്രകോപിതനായിട്ട് വേദയുടെ കാര്യത്തിൽ വാശി തീർക്കാൻ വേണ്ടിയിട്ട് താലി കെട്ടിയതായിരുന്നു. എന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം തന്നെ വേദയുടെ വീട്ടിൽ ഒരു ചടങ്ങ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ് ആ ചടങ്ങ് എന്ന് ചോദിക്കും. അന്നേരം വേദ അത് പിന്നെ അതെന്റെ കല്യാണ നിശ്ചയമായിരുന്നു എന്ന് മറുപടി കൊടുക്കും. അന്നേരം ദർശൻ ആ ഒരു പോയിന്റിലങ്ങ് കയറി പിടിക്കാണ്. എന്നിട്ട് പറഞ്ഞിട്ട് അതേ യുവർ ഓണർ മറ്റൊരു പയ്യനുമായിട്ട് കല്യാണം നിശ്ചയിച്ചിരുന്ന വേദയുടെ കഴുത്തിൽ വിക്രം ബലമായിട്ട് വന്ന് താലി കെട്ടി. അതുകൊണ്ട് തന്നെ വേദക്ക് വിക്രമിനോട് തീർത്താൽ തീരാത്ത അത്രമാത്രം വൈരാഗ്യവും പകയും ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു പക തീർക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു അവസരമായിട്ടാണ് വേദ ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. രാഷ്ട്രീയക്കാരുമായിട്ട് ചെറിയ ചെറിയ അടിപിടികൾ ഗുണ്ടായുസമായിട്ട് നടന്നിരുന്ന വിക്രം എന്ന് പറയുന്ന ആളാണ് എന്റെ കക്ഷി. പക്ഷെ ഇന്നേ വരെ വിക്രം ഒരിക്കലും ഇതുവരെ ഒരു മർഡർ അറ്റംപ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. ഇന്നേ വരെ ഒരു ക്രിമിനൽ കേസ് പോലും വിക്രത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. ഇതുവരെ വിക്രത്തിന്റെ പേരിൽ അങ്ങനെ ഒരു കേസില്ലാത്തത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് എങ്ങനെയെങ്കിലും വിക്രത്തിനെ അകത്തിടണമായിരുന്നു. അതിന് പോലീസുകാർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് കരുതി കൂട്ടിട്ട് വിക്രത്തിന്റെ പേരിൽ ഇങ്ങനൊരു കേസ് അടിച്ചേൽപ്പിക്കുമായിരുന്നു. വിക്രത്തിനെതിരായിട്ട് ആരെയും തന്നെ സാക്ഷി കിട്ടില്ല. മറ്റൊരു സാക്ഷിയും കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് സ്വന്തം ഭാര്യക്ക് വിക്രത്തിനോട് തീരാത്ത അത്രമാത്രം വൈരാഗ്യമില്ലേ. അപ്പോൾ താൻ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചിട്ട് ബലമായിട്ട് തന്റെ ജീവിതം പോലും സ്പോയിൽ ചെയ്ത അത്രമാത്രം ദേഷ്യം വിക്രത്തിനോട് തീരാത്ത അത്രമാത്രം ദേഷ്യം വേദക്കുണ്ടായിരുന്നു. ആ ഒരു ദേഷ്യമെല്ലാം തന്നെ വേദ ഇതിലൂടെ അങ്ങ് തീർക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ബലിപ്പിക്കാട്ടോ ദർശൻ. വിക്രത്തിനോട് വിക്രത്തിനോട് ദേഷ്യം തീർക്കാൻ പറ്റിയ നല്ലൊരു അവസരം വേദ നല്ല രീതിയിൽ തന്നെ വിനിയോഗിച്ചു. അല്ലാതെ ഒരിക്കലും വേദ ഈ ഒരു സംഭവം കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല വേദ ഒരിക്കലും ഇതിന് ദൃക്സാക്ഷിയായിരുന്നില്ല. അല്ലാതെ യുവർ ഓണർ ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല.
നടു റോട്ടിൽ വെച്ചുകൊണ്ടാണ് വിക്രം ആ ഒരു വാസവന്റെ മകനെ തല്ലിച്ചതച്ചത് എന്ന് പറഞ്ഞല്ലോ. വേദല്ലാതെ ഒരൊറ്റ ആള് പോലും വിക്രമിനെതിരായിട്ട് സാക്ഷി പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം ഇയാൾ ശരിക്കും വിക്രത്തിനോടുള്ള വൈരാഗ്യം തീർക്കുക തന്നെയാണ്. വിക്രത്തിനെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കാൻ വേണ്ടി തന്നെയാണ് വേദ നോക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം തന്നെ ദർശൻ വക്കീൽ കോടതിക്ക് മുമ്പാതെ തെളിയിക്കും. ദർശന്റെ വാക്ക് കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ലട്ടോ വേദക്ക്. അത്രമാത്രം പച്ചക്കള്ളമായിരിക്കും ദർശൻ പറഞ്ഞിരിക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ അതിനെ എതിരായിട്ട് ഇങ്ങനെ വേദ വാദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്, ഞാൻ കണ്ട കാര്യം തന്നെയാണ് വിളിച്ചു പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ വേദ പറഞ്ഞു നോക്കും. ദർശൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഓക്കെ, വേദ അത് കണ്ട കാര്യം എന്ന് വെച്ചാൽ എവിടെ വെച്ചാണ് വേദ അത് കണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഒരു പബ്ലിക് മാർക്കറ്റിൽ നിന്നാണെന്ന് പറയും വേദ. അപ്പോൾ എങ്ങനെയാണ് കണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഞാൻ അമ്പലത്തിൽ നിന്നും തിരിച്ചു വരുന്ന വഴിയാണ് കണ്ടത് എന്ന് പറയും. അന്നേരം വിക്രം അരുണിട്ട് ഇങ്ങനെ ഒരു പട്ടി അടിക്കുന്നത് പോലെ അടിക്കുമായിരുന്നു എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് ദർശൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ വേദ കണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വേദ പ്രതികരിച്ചില്ല? അന്നേരം വേദ ഒന്നും മിണ്ടുന്നില്ലട്ടോ. ദർശൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, തന്റെ ഭർത്താവാണ് വിക്രമെങ്കിൽ തീർച്ചയായിട്ടും വേദക്ക് പ്രതികരിക്കാമായിരുന്നു. എന്നിട്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ വേദ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് വീണ്ടും ചോദിക്കും ദർശൻ. അപ്പോൾ വേദ മറുപടി പറയാതെ നിൽക്കുന്ന സമയത്തിന് ദർശൻ പറയുന്നുണ്ട്, ഓക്കെ, അപ്പൊ പേടിച്ചിട്ടാണെങ്കിൽ അതിന് പ്രതികരിക്കണമെന്നില്ല. അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ പോലും വേദയുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നല്ലോ. ഈ ഒരു കാര്യം ഒന്നുകിൽ വേദയ്ക്ക് ഷൂട്ട് ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു വിവരം ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് അറിയിക്കാമായിരുന്നല്ലോ. അപ്പോൾ അന്നൊന്നും വേദയ്ക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അന്നൊന്നും പ്രതികരിക്കാത്ത ആള് എന്താ പെട്ടെന്ന് ഇങ്ങനെ ഭർത്താവിന്റെ പേരിൽ ഇങ്ങനെ ഒരു കേസുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും കള്ളസാക്ഷി പറയാൻ വന്നിരിക്കുവാണോ? ഇത് ശരിക്കും വേദ കണ്ട കാര്യങ്ങളൊന്നുമില്ല. വേദ ആരുടെയോ പ്രേരണയ്ക്ക് മുഴങ്ങിയിട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ടേക്ക് സാക്ഷി പറയാൻ വന്നിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞ വേദക്ക് നിഷേധിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാട്ടോ ദർശൻ വക്കീല്. അന്നേരം നിഷേധിക്കാൻ പറ്റുമെന്നിങ്ങനെ വേദ സ്ട്രോങ് ആയിട്ട് പറയുന്ന സമയത്തിന് ദർശൻ വക്കീല് വീണ്ടും ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ അപകടത്തിൽ പെട്ടുകിടക്കുന്ന വരുണിന്റെ അച്ഛനായിട്ടുള്ള MLA വാസവനെ നേരത്തെ തന്നെ വേദക്ക് പരിചയമുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം വേദ ഇല്ലാന്ന് പറയുന്ന സമയത്തിന് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിന് അദ്ദേഹത്തെ വേദ കണ്ടിട്ടുണ്ടോ എന്നും ചോദിക്കാണ് ദർശൻ. അന്നേരം വേദ ഇല്ലാന്ന് തന്നെ കോടതിക്ക് മുൻപാകെ മറുപടി പറയുന്ന സമയത്തന്നെ ദർശൻ അങ്ങ് വിളിച്ചു പറയുന്നത്, വേദ ഈ പറയുന്നതെല്ലാം തന്നെ പച്ച കള്ളമാണ്. ഈ പറയുന്ന MLA വാസവൻ ഈ ഒരു കേസിന്റെ ഹിയറിംഗിന് 2 ദിവസം മുൻപാ തന്നെ വേദ ഇപ്പൊ താമസിക്കുന്ന വിക്രത്തിന്റെ വീട്ടിലേക്ക് പോയി കണ്ടു എന്നും വേദ ഒരിക്കലും മൊഴി മാറ്റി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വേദയെ ഭീഷണിപ്പെടുത്തി എന്നതിന്റെ തെളിവുകളെല്ലാം തന്നെ എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് MLA വാസവൻ വേദയെ കാണാൻ പോയപ്പോൾ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളെല്ലാം തന്നെ ദർശൻ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുന്നുണ്ട്. എന്നിട്ട് കേസിന്റെ അവസാനം എന്നോളം തന്നെ ദർശൻ പറയുന്നുണ്ട്. എന്നിട്ട് ദർശൻ ഒരു കൺക്ലൂഷൻ പോലെ തന്നെ കോടതിക്ക് മുൻപാകെ പറയുന്നുണ്ട്, MLA വാസവന്റെ നിർബന്ധത്തിന് വഴങ്ങി അവന്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് മാത്രമാണ് വേദ ഇങ്ങനെയൊക്കെ വിക്രമിനെതിരായിട്ട് സാക്ഷി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാക്ഷിയെ ഒരിക്കലും ഒരു സാക്ഷിയാക്കിയിട്ട് പരിഗണിക്കാൻ പാടില്ല എന്നിങ്ങനെ ദർശൻ കോടതിക്ക് മുൻപാകെ അഭ്യർത്ഥിക്കുന്നുണ്ട്. വിക്രമും വേദയും തമ്മിലുള്ള കല്യാണം അതൊരിക്കലും വീട്ടുകാരറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവര് ലവ് മാരേജോ ഒന്നും ചെയ്തതല്ല. വിക്രം വേദയുടെ കഴുത്തിൽ ബലമായിട്ട് താലി കെട്ടിയത് കൊണ്ട് തന്നെ വേദയുടെ മനസ്സിൽ വിക്രത്തിനോട് അതിയായ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ട്. ആ ഒരു പക തീർക്കാൻ വേണ്ടിയിട്ട് വേദ ഏതായാലും കിട്ടിയ അവസരം മുതലാക്കുമായിരുന്നു. പോലീസുകാരും വേദയുടെ കൂടെ ചേർന്നുകൊണ്ട് തന്നെ പല കേസുകളും കെട്ടിപ്പൊതുക്കിയിട്ട് എങ്ങനെയെങ്കിലും എന്റെ പ്രതിയെ അകത്താക്കാൻ ശ്രമിക്കുമായിരുന്നു. അതൊന്നും നടക്കാതെ വന്നപ്പോൾ ഈ കേസ് ഇങ്ങനെ വളച്ചൊടിച്ച് അതൊക്കെ മുതലാക്കാൻ ശ്രമിച്ചതാണ് അവര് എന്നൊക്കെ ഇങ്ങനെ ദർശൻ അവിടെ തെളിയിക്കും. ദർശൻ ഏതായാലും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കോടതിക്ക് മുൻപാകെ തെളിയിക്കുന്ന സമയത്തിന് വേദയ്ക്ക് പിന്നെ ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ നിൽക്കുമായിരിക്കും. ദർശൻ പറയുന്ന വാക്കുകളൊന്നും അങ്ങനെയല്ല, മറ്റൊരു രീതിയിലാണെന്ന് തെളിയിക്കാനൊന്നും വേദയ്ക്ക് കഴിഞ്ഞില്ല. വേദയുടെ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് ദർശൻ തെളിയിക്കുന്നതോടുകൂടി തന്നെ വേദ ആകെ സങ്കടപ്പെട്ട് കോടതിയിൽ നിന്നിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കാണുന്ന സമയത്തിന് വിക്രത്തിനുമല്ലാത്ത സങ്കടം തോന്നും. വേദക്ക് വിക്രത്തിനോട് ഒത്തിരിയധികം വൈരാഗ്യമുണ്ട്, ദേഷ്യമുണ്ട്, പക തീർക്കാണെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അതൊരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ഇത്ര കാലം വേദ തന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഇന്നേ വരെ വേദ ഒരിക്കലും തന്നോട് ഇങ്ങനെ വൈരാഗ്യ ബുദ്ധിയോട് അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടിയൊന്നും പെരുമാറിയിട്ടില്ലല്ലോ. വേദ തന്നോട് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന കാര്യങ്ങളെല്ലാം ദർശൻ വക്കീൽ ശരിക്കും ജയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും വേദക്ക് അത് ഒരുപാട് വിഷമാക്കിയിട്ടുണ്ടാവും. അതിലേറെ വിഷമാക്കിയിട്ടുണ്ടാവും കേട്ടോ അതെന്നെ വിക്രത്തിന്. ദർശൻ വക്കീൽ ഓരോ കാര്യങ്ങൾ അങ്ങനെ വിളിച്ചു പറയുന്ന സമയത്തിന് വിക്രം ഒരുപാടധികം സ്നേഹത്തോടെ സഹതാപത്തോടു കൂടി തന്നെയായിരിക്കട്ടോ വേദയെ നോക്കി നിന്നിരുന്നത്. ഏതായാലും ദർശൻ വക്കീൽ കേസ് വാദിച്ച് ജയിച്ചതിന് ശേഷം കോടതി ഏതായാലും വിക്രത്തിനെ റിലീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ വിക്രത്തിനും വേദക്കും വലിയൊരു അപകടം തന്നെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും ഇതേപോലെ തന്നെ ഡെയിലി എപ്പിസോഡും അപ്കമിങ് എപ്പിസോഡൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്